നിങ്ങളുടെ ഈ ഫൊറോന പള്ളിയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയായിട്ട് ഉയർത്തപ്പെട്ടതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പേരാവൂര് വരികയാണ്. ഈ മലബാർ കുടിയേറ്റത്തിൻ്റെ ഒരു തലസ്ഥാന പ്രദേശമാണ് പേരാവൂര്. ഞാനിങ്ങനെ മലബാറിലേക്ക് കുടിയേറിയ സിറോ മലബാർ മക്കൾക്ക് വേണ്ടി ഒരു രൂപത സ്ഥാപിക്കണം എന്നതിനെ കുറിച്ചുള്ള ചില സുപ്രധാനപ്പെട്ട ആലോചന യോഗങ്ങളൊക്കെ നടന്നത് കളിയോടും പേരാവൂരൊക്കെയാണെന്ന് ഞാനിങ്ങനെ ചിലയിടത്ത് നിന്ന് കേൾക്കാനും അറിയാനൊക്കെ ഇടയായി. ഒരുപാട് സന്തോഷമുണ്ട് പേരാവൂരിലെ മറിയോസെപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിലെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് എനിക്ക് വരാനായിട്ട് കഴിയുന്നതിൽ യോസേപ്പ് പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. നിങ്ങൾക്കറിയാം എന്തുമാത്രം ഈ നാട്ടിലെ കാരണവന്മാർ പണിയെടുത്തിട്ടുണ്ട്. ഇന്ന് കാർഷിക വൃത്തിക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ലാത്ത ഒരു തലതിരിഞ്ഞ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, കാർഷിക വൃത്തി ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു വലിയ വിളിയാണെന്ന് തിരിച്ചറിഞ്ഞൊരു കാരണവന്മാര്. ദൈവം ആദാമിനോട് പറഞ്ഞു, യു കോൺകർ ദ എർത്ത്, നീ ഭൂമിയെ കീഴടക്കുക. ഈ ഭൂമിയെ കീഴടക്കിയ കർത്താവിന്റെ കൽപ്പന കാത്തുപാലിച്ച കാരണവന്മാരുടെ ഒരു പിൻതലമുറക്കാരാണ് ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവര്. നീ കഠിനമായിട്ട് ഒരാളെയും പറ്റിക്കരുത്, ഒരാളെയും ചൂഷണം ചെയ്യരുത്. ഞാനിങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴും നിങ്ങൾ എന്നെ നോക്കുന്നത് എനിക്കറിയാം. ഞങ്ങളങ്ങനെ കാർഷിക വൃത്തിക്കൊന്നും പോകില്ല. ഞങ്ങൾ കച്ചവടക്കാരാണ്, തട്ടിപ്പും മത്തങ്ങയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് പരമാവധി എത്ര കുറച്ച് വില കൊടുക്കാൻ പറ്റുമോ എന്ന് തന്ത്രപൂർവം തപ്പുന്നവരാ ഞങ്ങള്. കർഷകർ കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇന്ന് കാർഷിക വൃത്തിക്ക്, അഭിവൃദ്ധിക്ക് യാതൊരു സാധ്യതയില്ലാത്ത വിധത്തില് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ഈ പേരാവൂരിന്റെ അടിമണ്ണിലൂടെ കടന്നു പോകുന്ന ഒരു കഷ്ടപ്പാടിന്റെ ചരിത്രമുണ്ട്. നിങ്ങളുടെ കാരണവന്മാര് ഈ നാട് പടുത്തുയർത്താൻ നടത്തിയ പോരാട്ടം, ആ പോരാട്ടം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിയിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന ഒരു പാരമ്പര്യം. ഇന്ന് എല്ലാ പിള്ളേർക്കും പോകാൻ ഇഷ്ടമുള്ളത് ഔട്ട് ഓഫ് ഇന്ത്യ. നമുക്ക് UK ഒരു രൂപതയുണ്ട്, കാനഡയിൽ ഒരു രൂപതയുണ്ട്, ഓസ്ട്രേലിയയിൽ ഒരു രൂപതയുണ്ട്. അവിടുത്തെ പിതാക്കന്മാരൊക്കെ പലപ്പോഴും സിനഡിൽ പറയുന്നത്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പിള്ളേരെ നിങ്ങള് കടല് കടത്തി അങ്ങോട്ട് വിടുന്നത് എന്തിനാണ്? ഇവിടെ സാധ്യതകള് ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് യൗസേപ്പ് പിതാവിന്റെ കഠിനാധ്വാനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ പള്ളിയിലെ നിങ്ങൾ ചിന്തിക്കണം. കാർഷിക വൃത്തിക്ക് ഇനി ഒരു സ്റ്റാറ്റസ് ഇല്ല എന്ന് കരുതുന്ന വിധത്തില് കാർഷിക വൃത്തിയിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള നമ്മുടെ ഒരു പ്രവണത, അതൊരു പക്ഷേ കർത്താവിന്റെ കൽപ്പനയോട് നമ്മൾ കാണിക്കുന്ന ഒരു പ്രതികാരം പോലെ എനിക്ക് തോന്നുന്നു. കർഷകന്റെ നട്ടൽ ഒരിക്കലും വളയാറില്ല. മുതുകൂത്തി പണിയെടുത്താലും നേരെ നിന്നുകൊണ്ട് അവൻ സംസാരിക്കും. കാരണം ആരെയും പറ്റിച്ചതല്ല അവന്റെ സമ്പാദ്യം, ആരെയും വെട്ടിപ്പിടിച്ചതല്ല.
മണ്ണിനോട് മള്ളിട്ട നിങ്ങളുടെ കരങ്ങളുടെ തയമ്പുണ്ടല്ലോ, അത് യൗസേപ്പ് പിതാവിന്റെ തിരുശേഷിപ്പിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളിക്ക് യൗസേപ്പ് പിതാവിന്റെ പേര് കൊടുക്കണമെന്ന് നിങ്ങളുടെ കാരണവന്മാർക്ക് വലിയ ആഗ്രഹം ഉണ്ടായത്.